ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യമായിട്ടും ഈശോ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണം തിരുനാളിൻ്റെ നിമിഷങ്ങൾ മുതൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ 7ാമത്തെ ആഴ്ചയിൽ സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വർഷിക്കപ്പെട്ടതുപോലെ നമുക്കറിയാം, ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരാശ്വാസകനെയാണ്. പകർച്ചവ്യാധികളുടെ മുൻപിൽ തളർന്നിരിക്കുന്നവരാണ്. ദുർമരണങ്ങളുടെ മുൻപിൽ ഭയപ്പെട്ട് നിൽക്കുകയാണ്. കടബാധ്യതകളുടെ മുൻപിൽ, പ്രകൃതിക്ഷോഭങ്ങളുടെ മുൻപിൽ, തൊഴിലെടുക്കാൻ പറ്റാത്ത അവസ്ഥകളുടെ മുൻപിൽ, ഒരു ജയിലിലെന്ന പോലെ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം നാം ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന നിമിഷങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ സ്വർഗത്തിൽ നിന്ന് ഈശോ പറയുകയാണ്, ഏതൊരു അസ്വസ്ഥത നിറഞ്ഞ നിന്റെ നിമിഷത്തിലും നിനക്കെൻ്റെ കൃപ മതി. നിനക്ക് സ്വർഗത്തിൻ്റെ കൃപ മതി. സ്വർഗത്തിൻ്റെ കൃപയാണ് എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ. ദൈവത്തിൻ്റെ ആത്മാവ് സഹായകൻ. പരിശുദ്ധാത്മാവിന് വേണ്ടി ലോകം ദാഹിക്കട്ടെ. വേറെ ഒന്നിനും ഈ ലോകത്തെ സുഖപ്പെടുത്താൻ സാധിക്കില്ല. വേറെ ഒന്നിനും ഈ ലോകത്തിന് തിന്മകളിൽ നിന്നുള്ള ബഹിഷ്കരണം നൽകാൻ സാധിക്കില്ല. ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ശ്വാസം മുട്ടലുകൾ വിട്ടുമാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്റെ ഭയവും ആകുലതകളും ആത്മവിശ്വാസക്കുറവുകളും തളർച്ചകളും എന്ത് ചെയ്യണമെന്നറിയാതെ നീ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഇന്ന് നിനക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടുകയാണ്. മക്കളെ, എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സാധിക്കുന്നവര് ഈശോയെ നോക്കി ഒത്തിരി ദാഹിച്ചുകൊണ്ട്, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാവിനെ വർഷിക്കാൻ വേണ്ടി സ്ലീഹമാര് പരിശുദ്ധ അമ്മയോടൊപ്പം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ മക്കളെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് ദാഹിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ആത്മാവേ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. ഭവനത്തിന്റെ മേൽ വരണമേ. കോവിഡ് രോഗികളുടെ മേൽ ഇറങ്ങി വരണമേ. പ്രകൃതി ദുരന്തങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ആത്മവിശ്വാസക്കുറവിന്റെ മേൽ ഇറങ്ങി വരണമേ. ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ഇരുളിനെ ബഹിഷ്കരിക്കണമേ. പ്രകാശം തരണമേ. വിശുദ്ധി തരണമേ. ധൈര്യത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. പ്രത്യാശയുടെ ആത്മാവ് ഇറങ്ങി വരട്ടെ. നിരാശകൾ ലോകത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. മരണഭയങ്ങൾ ലോകത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. അന്ധകാരം ലോകത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ കടന്നു വരുമ്പോൾ
അത്ഭുതം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോസ്തലന്മാരുടെ ജീവിതം നമുക്കറിയാം. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്താ ദിവസം അവരുടെ മേൽ ഇറങ്ങി വരുന്നതിന് മുൻപ് അവർ ഭീരുക്കളായിരുന്നു, അവർ സ്വാർത്ഥമതികളായിരുന്നു, ആത്മവിശ്വാസ കുറവുള്ളവരായിരുന്നു, ബൈബിളിൽ ജ്ഞാനമുള്ളവരായിരുന്നില്ല. അവര് ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കാൻ അവർക്ക് ആ സമയത്ത് സാധിച്ചില്ല. കർത്താവിൻ്റെ കുരിശുമരണവും പീഡാനുഭവങ്ങളുടെയും അർത്ഥം അവർക്ക് മനസ്സിലായിരുന്നില്ല പെന്തക്കോസ്തയ്ക്ക് മുൻപ്. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ശക്തി പ്രാപിക്കുകയാണ്. അവരിലുള്ള ഭീരുത്വം വിട്ടുമാറുകയാണ്. അവരിലെ ആത്മവിശ്വാസക്കുറവ് അവരിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നു. അവർ ജ്ഞാനമുള്ളവരാകുന്നു. കർത്താവിൻ്റെ പീഡാസഹനത്തിന്, കർത്താവ് അനുഭവിച്ച ക്രൂശിത മരണത്തിന് ദൈവത്തിൻ്റെ മുൻപിൽ അർത്ഥമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പറഞ്ഞേ ഹല്ലേലൂയ. ധൈര്യത്തിന്റെ ആത്മാവ് നിറയാൻ വേണ്ടി പറഞ്ഞേ ഹല്ലേലൂയ. 2 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 8 മുതലുള്ള വരങ്ങൾ നിറയാൻ വേണ്ടി പറഞ്ഞേ ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ വരങ്ങള് അവരുടെ മേൽ വന്ന് നിറഞ്ഞപ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ അവർക്ക് പ്രശ്നമല്ലാതായി മാറി. പറഞ്ഞേ ആമേൻ. അവരുടെ രോഗങ്ങൾ അവർക്ക് പ്രശ്നമല്ലാതായി മാറി. അവരുടെ ശാരീരികമായ അസ്വസ്ഥതകൾ അവർക്ക് പ്രശ്നമല്ലാതായി മാറി. മരണത്തിന്റെ മുൻപിൽ പോലും ധൈര്യത്തിന്റെ ആത്മാവ് അവരെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. എല്ലാവരും ഒരൊറ്റ വിളി വിളിച്ച് എന്റെ ഈശോയേ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി എന്റെ പ്രിയപ്പെട്ട മക്കളെ ഒരിക്കൽ കൂടെ ഒരൊറ്റ വിളി വിളിച്ച് എന്റെ ഈശോയേ, എന്റെ ഈശോയേ. പറഞ്ഞേ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നാം ഇന്ന് ഈ ലോകത്തെ ബാധിച്ച ഈ പകർച്ചവ്യാധികള്, ഈ ദുർമരണങ്ങള്, ഈ പ്രകൃതിക്ഷോഭങ്ങള്, ഈ യുദ്ധത്തിന്റെ അസ്വസ്ഥതകള്, ഇന്ന് നമുക്കറിയാം ലോകം മുഴുവൻ വലിയ പ്രതിസന്ധിയിലാണ്. ഒരിക്കലും മനുഷ്യൻ ഇത് സ്വപ്നം പോലും കാണാതിരുന്ന, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു, അതെല്ലാം ഇന്ന് ബ്ലോക്കായിരിക്കുകയാണ്. ഈ ബ്ലോക്കുകള്, ഈ ബന്ധനങ്ങള്, ഈ അസ്വസ്ഥതകൾ മാറാൻ പ്രിയപ്പെട്ടവരെ സഭയുടെ കൈവശം വലിയ ആയുധങ്ങളുണ്ട്. പരിശുദ്ധ കുർബാന ഏറ്റവും വലിയ ആയുധമാണ്. പറഞ്ഞേ ആമേൻ. പരിശുദ്ധാത്മാവ് വലിയ ആയുധമാണ്. സഭയുടെ കൂട്ടായ്മ വലിയ ആയുധമാണ്. ഇന്നിതാ ഷാലോം ടിവിയോട് ചേർന്ന് ഈ ഒരു ദിവസം നാം ഈ ലോകത്തെ ബാധിച്ചിരിക്കുന്ന തിന്മകളെ ബഹിഷ്കരിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ലോകത്തെ ബാധിച്ച ഇരുളിനെ ബന്ധിക്കുന്ന ദിവസമാണ്. ഈ ലോകത്തെ ബാധിച്ച തിന്മകളെ ശാസിക്കുന്ന ദിവസമാണ്. കർത്താവ് യേശുവിന്റെ നാമത്തിലാണ് നാം ശാസിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് നാം ശാസിക്കുന്നത്. സഭയുടെ കൂട്ടായ്മയിലാണ് നാം ശാസിക്കുന്നത്. കർത്താവ് യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു. എഫേസ്യർ 6:10 കർത്താവിന്റെ നാമത്തിന്റെയും ശക്തിയുടെയും പ്രഭാവത്തിലും കരുത്തുള്ളവരാകാൻ ലോകം ഇതാ ശക്തി പ്രാപിക്കുന്നു. ഒന്നുറക്കെ പറഞ്ഞ് എന്റെ ഈശോയേ, എന്റെ ഈശോയേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്നു. ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ഈ ലോകത്തെ തിന്മകളെ ബഹിഷ്കരിക്കണമേ, അന്ധകാര ശക്തികളെ ബഹിഷ്കരിക്കണമേ, കൊറോണ ബാധയെ ബഹിഷ്കരിക്കണമേ, കോവിഡ് രോഗികളെ സുഖപ്പെടുത്തണമേ, രോഗങ്ങളെ ബന്ധിക്കണമേ, പകർച്ചവ്യാധികളെ ബന്ധിക്കണമേ, യുദ്ധക്കെടുതികൾ ഇല്ലാതാകട്ടെ, പ്രകൃതി ദുരന്തങ്ങൾ ഇല്ലാതാകട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാ, യേശുവിന്റെ മഹത്വത്തിന്റെ ശക്തിയാ, കത്തോലിക്ക സഭയുടെ ശക്തിയാ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാ, പെന്തക്കോസ്ത് അഭിഷേക
അഭിഷേകത്തിന്റെ ശക്തിയാൽ, പെന്തക്കോസ്ത് അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാവരും കരങ്ങൾ ഉയർത്തുന്ന കർത്താവിനെ നോക്കി സ്തുതിച്ച് ഹല്ലേലൂയ 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 റുഹബബ റുഹബബ റുഹബബ. ശക്തി ലഭിക്കട്ടെ, ശക്തി ലഭിക്കട്ടെ, ശക്തി ലഭിക്കട്ടെ, ശക്തി ലഭിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഒരു അഭിഷേക പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുക. ഈ പ്രാർത്ഥന ആരാണ് എഴുതിയതെന്ന് അറിയില്ല, ഏത് വിശുദ്ധനാണ് ഏത് വിശുദ്ധയാണ് എഴുതിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷങ്ങളിൽ ഈ ലോകത്തിലെ ഇരുളും ദുർമരണങ്ങളും ഭയങ്ങളും കടങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും കറകളും ആസക്തികളും അധാർമികതകളും ദുഷ്ടതകളും കൃപയില്ലായ്മകളും വിട്ടുപോകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആ ഒരു അഭിഷേക കർത്താവിൻ്റെ മുറിവുകളെയും പീഡാസഹനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിനോട് ലോകത്തിൻ്റെ മേൽ കരുണ ചൊരിയുന്നതിന് വേണ്ടിയുള്ള വലിയൊരു അഭിഷേക പ്രാർത്ഥന. സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിങ്ങൾ മുട്ടുകുത്തി ഇതിൽ പങ്കെടുക്കുന്നവർ, സാധിക്കുന്നവർ മുട്ടുകുത്തി നിന്നുകൊണ്ട് വേണം ഈ ശുശ്രൂഷയെ പങ്കെടുക്കാനായിട്ട്. നമ്മുടെ വീട്, പറമ്പ്, അതിൻ്റെ നാലതിരുകൾ, നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർ, കോവിഡ് ബാധിതര്, ശ്വാസം കിട്ടാതെ വിഷമിക്കുന്നവർ, മരുന്ന് കിട്ടാതെ വിഷമിക്കുന്നവര്, വെന്റിലേറ്റർ കിട്ടാതെ വിഷമിക്കുന്നവര്, ആശുപത്രി കൊണ്ടുപോകാൻ ആരുമില്ലാത്തവര്, ഭക്ഷണം കിട്ടാത്തവര്, ചൂടുവെള്ളം കിട്ടാത്തവര്, ആവി കൊള്ളാൻ പറ്റാത്തവര്, തളർന്നിരിക്കുന്നവര്, പെട്ടെന്ന് മരണം വന്ന് വീട്ടിൽ തകർന്നിരിക്കുന്നവര്, മരണം മൂലം ബന്ധുമിത്രാദികൾ പെട്ടെന്ന് മരിച്ചത് ഇപ്പോൾ ഉണ്ടായ ദുഃഖത്താൽ തകർന്നിരിക്കുന്ന മക്കള് ഈ അഭിഷേക പ്രാർത്ഥനയിൽ പങ്കെടുക്കട്ടെ. ഈ പ്രാർത്ഥന നമ്മൾ ആരംഭിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുമുറിവുകളിലേക്കാണ് നമ്മുടെ ഓർമ്മകൾ കൊണ്ട് ചെല്ലുന്നത്. അത് സമർപ്പിച്ചുകൊണ്ട് ഒന്നാമത്തെ പ്രാർത്ഥന നടത്തുകയാണ്. അനാദിപിതാവേ, അങ്ങേ തിരുക്കുമാരൻ പൂങ്കാവനത്തിൽ അനുഭവിച്ച മഹാദുഃഖങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും എല്ലാ ശിക്ഷകളും ശാപങ്ങളും പ്രകൃതി ക്ഷോഭങ്ങളും പകർച്ചവ്യാധികളും ദുർമരണങ്ങളും നീക്കിക്കളയണമേ. ഇരുകരങ്ങൾ ഈശോയുടെ നേരെ നീക്കി 9 തവണ ഈശോയെ എന്ന് വിളിക്കുക. എൻ്റെ ഈശോയെ, 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 എൻ്റെ ഈശോയെ. തിരുരക്തത്താലെ കഴുകിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായി. ലോകത്തെ കഴുകണമേ. തിരുരക്തത്താലെ കഴുകിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായി. തിരുരക്തത്താലെ കഴുകിടേ എന്റെ വീട്, പറമ്പ്, നാലതിരുകള്, എന്റെ ജീവിതം, എന്റെ സ്വപ്നങ്ങള് പൂർണ്ണമായി. തിരുരക്തം എന്റെ കുഞ്ഞുങ്ങള്, അവരുടെ പഠനങ്ങള്, ഞങ്ങളുടെ തൊഴിൽ മേഖലകള്, ഞങ്ങളുടെ സംരംഭങ്ങള്, ഞങ്ങളുടെ ശുശ്രൂഷകള് എന്നെ പൂർണ്ണമായി. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവത്തിന്റെ മുൻപിൽ തൻ്റെ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണ്. അനാദിപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ കൽത്തൂണിൽ കെട്ടപ്പെട്ട് കയ്യേറ്റ 6000-ൽ പരമടികളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ പറമ്പിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഞങ്ങളുടെ തലമുറകളിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് ശാപങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും പകർച്ചവ്യാധികളും കോവിഡ് ദുരന്തങ്ങളും ദുർമരണങ്ങളും ഇരുളുകളെയും തുടച്ചു നീക്കണമേ.
9 തവണ കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടി ഈ പ്രകൃതിക്ഷോഭങ്ങളും ഈ പകർച്ചവ്യാധികളും പൂർണ്ണമായി ലോകത്ത് നിന്ന് വിട്ടുമാറാൻ 9 തവണ ഈശോയെ വിളിക്കുന്നു. എൻ്റെ ഈശോയെ, 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 എൻ്റെ ഈശോയെ. എൻ്റെ ഈശോയെ. ഇരുകരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടിക്കുക മക്കളെ. തിരുരക്തത്താലെ കഴുകണ ഈശോയെ, തിരുനാഥ ലോകത്തെ കഴുകണമേ. ഞങ്ങളുടെ ഭരണാധികാരികളെ കഴുകണമേ, ഞങ്ങളുടെ ഡോക്ടർമാരെ, ഞങ്ങളുടെ നഴ്സുമാരെ, ആശുപത്രി ജീവനക്കാരെ, ആരോഗ്യവകുപ്പ് ജീവനക്കാരെ. തിരുനാഥ എന്നെ പൂർണ്ണമാ തിരുരക്തത്താലെ കഴുകിയിടേ. ഞങ്ങളുടെ വീട്, പറമ്പ്, നാളതിരുകള്, ഞങ്ങളുടെ വാഹനങ്ങൾ, യാത്രകള്, സ്വപ്നങ്ങള് പൂർണ്ണമാ തിരുരക്തത്താലെ കഴുകിയിടേ. ലോകത്തിനെ രക്ഷിക്കണമേ. എന്നെ പൂർണ്ണമാ. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിന്റെ മുൻപില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 72 മുള്ളുകളെ തറക്കപ്പെട്ട ആ കിരീടത്തെ, അമുൾ കിരീടത്തെ സമർപ്പിച്ചുകൊണ്ട് ലോകത്തിന് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതിനപ്പുറം വേറെ ഒന്നും നമുക്ക് സമർപ്പിക്കാനില്ല. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വിടുതലിന് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വേറെ ഒരു മന്ത്രവും നമ്മുടെ കൈവശമില്ല മക്കളെ. പിതാവായ ദൈവത്തിന്റെ മുൻപില് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അനാദി പിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ 72 മുള്ളുകളാൽ ഉണ്ടാക്കപ്പെട്ട നിഷ്ഠൂരമായ മുൾമുടി വഴിയായി തിരുശിരസിൽ അനുഭവിച്ച സങ്കടങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ലോകത്തിൻ്റെ മേലും വന്ന ഈ പകർച്ചവ്യാധികളെയും ദുരന്തങ്ങളെയും തിന്മകളെയും ഇരുളിനെയും ദുർമരണങ്ങളെയും ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ മുൻപിൽ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. 9 തവണ യേശു നാമത്തെ വിളിച്ചുകൊണ്ട് ഈ 9 പ്രാർത്ഥനകളിൽ നാം അണിചേരുകയാണ്. അച്ഛനോടൊപ്പം അഭിഷേകത്തോടെ കുടുംബത്തെ സമർപ്പിച്ച്, നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതിന് വേണ്ടി വിളിക്കുന്നു. എൻ്റെ ഈശോയെ, 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 എൻ്റെ ഈശോയെ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമാ. ഈ ലോകത്തെ പൂർണ്ണമായിട്ടും തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ. ഞങ്ങളുടെ ഭാരതത്തെ, ഞങ്ങളുടെ കേരളത്തെ, ലോകം മുഴുവനെയും തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമാ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമാ. പ്രിയപ്പെട്ട മക്കളെ, അഭിഷേകത്തിന്റെ 4ാമത്തെ പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ പുത്രൻ്റെ പീഡകളെ സമർപ്പിക്കുകയാണ് നാം. ഭാരമുള്ള കുരിശിനെ സമർപ്പിക്കുകയാണ്. അനാദി പിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഭാരമുള്ള കുരിശും ചുമന്നു കൊണ്ടുപോകുമ്പോൾ അനുഭവിച്ച മർദ്ദനമുറകളെ തൃക്കൺ പാർത്ത്
ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്ത് നിന്നും ലോകത്ത് നിന്നും ഈ പകർച്ചവ്യാധികളെയും ദുർമരണങ്ങളെയും കോവിഡ് ബാധയെയും പ്രകൃതി ദുരന്തങ്ങളെയും യുദ്ധങ്ങളെയും അവസാനിപ്പിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, യേശു നാമത്തിന്റെ ശക്തിയാൽ ലോകത്തിന് വിടുതൽ കിട്ടാൻ പോകുക, ലോകത്തിന് രക്ഷ കിട്ടാൻ പോകുക, ലോകത്തിന് പ്രതീക്ഷ കിട്ടുകയാണ്. അച്ഛനോടൊപ്പം ചേർന്ന് വിളിച്ച് എൻ്റെ ഈശോയേ, 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 എൻ്റെ ഈശോയേ. തിരുരക്തത്താലെ കഴുകിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായി. ലോകത്തെ മുഴുവൻ കഴുകണമേ. തിരുരക്തത്താലെ കഴുകിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായി. എല്ലാ വൈറസുകളും ബഹിഷ്കരിക്കപ്പെടട്ടെ. തിരുരക്തത്താലെ കഴുകിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായി. തിരുരക്തത്താലെ കഴുകിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായി. ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഇസ്രയേലിന്റെ ദൈവം ശക്തനാണ്. ആ പിതാവായ ദൈവത്തിന്റെ മുൻപില് ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുത്തെ പുത്രന്റെ വേദനകളെയും രക്തത്തെയും മുറിവുകളെയും സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സമർപ്പണം മാത്രം മതി. ആ സമർപ്പണം മാത്രം മതി നമ്മുടെ കുടുംബത്തിൽ നിന്ന് തിന്മകൾ ബഹിഷ്കരിക്കപ്പെടാൻ. ആ പിതാവിന്റെ മുൻപില് ഈ 5ാമത്തെ പ്രാർത്ഥന നാം സമർപ്പിക്കുകയാണ്. അനാദിപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ കുരിശിൽ തറക്കപ്പെട്ട് 3 മണിക്കൂർ നേരം അനുഭവിച്ച ദുഃഖ സങ്കടങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളും മാരകരോഗങ്ങളും വൈറസുകളും സാമ്പത്തിക തടസ്സങ്ങളും കടബാധ്യതകളും കല്യാണ തടസ്സങ്ങളും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളും നിരാശയും മറ്റ് ബന്ധനങ്ങളും ദുർമരണങ്ങളെല്ലാം വിട്ടുപോകുമാറാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ആ കർത്താവിൻ്റെ മുൻപിൽ ഈശോ നാമം വിളിച്ച് അപേക്ഷിക്കുകയാണ്. ഈ 9 പ്രാർത്ഥനകളിലൂടെ 9 തവണ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിലൂടെ വലിയ അത്ഭുതങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഉറക്കെ വിളിച്ച് എൻ്റെ ഈശോയേ, 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 എൻ്റെ ഈശോയേ. തിരുരക്തത്താലെ കഴുകിടേണമേ ആമേൻ. ഈശോയേ, തിരുനാഥ എന്നെ പൂർണ്ണമായി. ക്യാൻസർ രോഗങ്ങളുടെ മേല്, അലർജി രോഗങ്ങളുടെ മേല്, കിഡ്നി രോഗികളുടെ മേല്, ആശുപത്രി പോകാൻ പറ്റാത്ത അവസ്ഥകളിൽ കർത്താവിന്റെ തിരുരക്തം ഇറങ്ങി വരട്ടെ. തിരുരക്തത്താലെ കഴുകിടേ ഉറക്കമില്ലാത്ത മനുഷ്യരുടെ മേല് എന്നെ പൂർണ്ണമായി. തിരുരക്തത്താലെ കഴുകിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായി. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ രക്ഷയ്ക്കായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു നാമമേ ഉള്ളൂ, കർത്താവായ യേശുവിൻ്റെ നാമം. അത് പിതാവായ ദൈവം നമ്മൾ നൽകിയ നാമമാണ്. ആ പുത്രന്റെ
ക്രൂശിതമായ ആ പുത്രന്റെ പീഡകളും ആ പുത്രന്റെ സങ്കടങ്ങളും അവന്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ ചോരയുമാണ് നമ്മൾക്ക് രക്ഷ നൽകുന്നത്. ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിൽ ആ കർത്താവിന്റെ തിരുരക്തം നിന്നെ രക്ഷിക്കും. ജീവന് വേണ്ടി പെടയുന്ന നിമിഷങ്ങളിൽ, ഒരല്പ ശ്വാസത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ കർത്താവിന്റെ തിരുരക്തം നിന്റെ മേലിറങ്ങി വരട്ടെ. ആരുമില്ലാതെ വിഷമിക്കുമ്പോൾ കർത്താവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം നിനക്ക് വരട്ടെ. പ്രിയപ്പെട്ട മക്കളെ, പിതാവിന്റെ മുൻപില് ആ ഈശോയെ സമർപ്പിച്ച്, ആ തിരുരക്തത്തെ സമർപ്പിച്ച്, ആ യേശുനാമത്തെ സമർപ്പിച്ചുകൊണ്ട് 6ാമത്തെ പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അനാദിപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ കുരിശിൽ തറക്കപ്പെട്ടിരിക്കൽ അനുഭവിച്ച കഠോര വേദനകളെ നിരൂപിക്കാതെ തന്നെ പാടുപെടുത്തപ്പെട്ടവരുടെ പാപങ്ങളെ പൊറുക്കാനായി അങ്ങയോട് പ്രാർത്ഥിച്ചുവല്ലോ. ഈ പ്രാർത്ഥനയെ കുറിച്ച് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഈ ദുർ അവസ്ഥകളെല്ലാം വിട്ടുമാറി, മാരകപാപത്തിൻ്റെ അവസ്ഥകള്, ശാപത്തിൻ്റെ അവസ്ഥകള്, മരണത്തിൻ്റെ അവസ്ഥകള്, പകർച്ചവ്യാധികളുടെ ദുരന്തങ്ങള്, പ്രകൃതിക്ഷോഭങ്ങളുടെ ദുരന്തങ്ങളൊക്കെ എടുത്തു മാറ്റി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ലോകത്തെയും രക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, യേശുനാമത്തിലേക്ക് സാധിക്കുന്നവരെല്ലാ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 9 തവണ യേശുനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഈശോയേ, 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 എൻ്റെ ഈശോയേ. തിരുരക്തത്താലെ കഴുകിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായിട്ട് കഴുകണമേ. തിരുരക്തത്താലെ കഴുകിടേണമേ തിരുനാഥ എന്നെ സഭയെ രക്ഷിക്കണമേ ഈശോയെ. പ്രിയപ്പെട്ടവരെ, 7ാമത്തെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ ഇടപെടൽ സംഭവിക്കട്ടെ. പിതാവായ ദൈവത്തിന് മുൻപിൽ യേശുനാമത്തിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് അവന്റെ പീഡകളും അവന്റെ സങ്കടങ്ങളും സമർപ്പിക്കുന്നു. അനാദിപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ കുരിശിൽ തറക്കപ്പെട്ടിരിക്കയിൽ തൻ്റെ ശിഷ്യനായ യോഹന്നാനെ തൻ്റെ മാതാവിന് മകനായിട്ട് കയ്യിലേൽപ്പിച്ചതിന് തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ മേലുള്ള ശാപങ്ങളും പാപത്തിൻ്റെ കെട്ടുകളും ദുർമരണത്തിൻ്റെ കെട്ടുകളും പകർച്ചവ്യാധികളുടെ ബന്ധനങ്ങളും പൂർണ്ണമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. സാധിക്കുന്നവരൊക്കെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അച്ഛനോടൊപ്പം വിളിച്ചോ മക്കളെ, ഇതാണ് നമ്മുടെ രക്ഷയുടെ നാമമാണ്. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ശാലോം ശുശ്രൂഷയോട് ചേർന്നുകൊണ്ട് വിളിച്ച്, എൻ്റെ ഈശോയേ, 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 എൻ്റെ ഈശോയേ. തിരുരക്തത്താലെ കഴുകിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമാ. തിരുരക്തത്താലെ കഴുകിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമാ. പ്രിയപ്പെട്ട മക്കളെ, 8ാമത്തെ പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 8ാമത്തെ പ്രാർത്ഥന ഡെലിവറൻസ് നമുക്ക് ലഭിക്കും. ഒരു ബഹിഷ്കരണം നടക്കട്ടെ ലോകത്ത്. കറകൾ ബഹിഷ്കരിക്കപ്പെടുന്ന,
ശാപങ്ങൾ ബഹിഷ്കരിക്കപ്പെടുന്ന, മരണങ്ങൾ ബഹിഷ്കരിക്കപ്പെടുന്ന കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട്, പിതാവായ ദൈവത്തിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അത്ഭുതം നടക്കുന്ന നിമിഷം 8ാമത്തെ നിയോഗം നാം സമർപ്പിക്കുന്നു. അനാദിപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയുന്ന നേരത്ത് സർവാംഗങ്ങളിലും അങ്ങ് അനുഭവിച്ച ദുഃഖസങ്കടങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ രാജ്യത്തിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന് എല്ലാവിധ ദുഷ്ടരൂപികളെയും ബഹിഷ്കരിക്കണമേ. ഈശോനെ വിളിച്ചോ മക്കളെ. എൻ്റെ ഈശോയേ, 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 എൻ്റെ ഈശോയേ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായി. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായി. മക്കളെ, 9ാമത്തെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ നാമം പിതാവിൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഒരു അത്ഭുത ദിവസത്തിൽ നാം പ്രാർത്ഥിക്കുകയാണ്. ഷാലോം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളോട് ചേർന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്ന മക്കളൊക്കെ 2 കരങ്ങൾ വിരിച്ചുകൊണ്ട് 9ാമത്തെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് ചെല്ലാം. അനാദിപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ മരിച്ചതിൻ്റെ ശേഷം തൻ്റെ തിരുഹൃദയത്തിൽ ശേഷിച്ചിരുന്ന രക്തത്തുള്ളികളെയും ഞങ്ങളെ പ്രതിച്ചിതറി തൻ്റെ അളവില്ലാത്ത സ്നേഹത്തെ കാണിപ്പാൻ ഒരു കുന്തം കൊണ്ട് തൻ്റെ ഹൃദയം കുത്തപ്പെടുവാൻ തിരുമനസ്സായല്ലോ. അവിടെ അനുഭവിച്ച നിഷ്ഠൂരമായ മുറിവിനെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും ദുരാഗ്രഹങ്ങളെയും ഞങ്ങളുടെ അഹന്തകളെയും എല്ലാം അവിടുന്ന് ബഹിഷ്കരിക്കണമേ. അങ്ങനെ കർത്താവിൻ്റെ തിരിച്ചോര കൊണ്ട് ലോകത്തെ ബാധിച്ച ഈ പകർച്ചവ്യാധിയെ, ഈ കോവിഡ് ബാധയെ, ഈ ദുർമരണങ്ങളെ, ഈ പെടുമരണങ്ങളെ പൂർണ്ണമായി ബഹിഷ്കരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളെ, 9 തവണ യേശു നാമത്തെ വിളിക്കുന്നു. എൻ്റെ ഈശോയേ, 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 എൻ്റെ ഈശോയേ. പരിശുദ്ധ തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായി. കഴുകട്ടെ മക്കളെ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായി. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ മുറിവുകളോട് ചേർന്ന്, കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് ലോകത്തിൻ്റെ പീഡകളെയും വേദനകളെയും സങ്കടങ്ങളെയും മരണഭയങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും സമർപ്പിച്ച് നാം എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ആ സ്തുതിക്കുമ്പോൾ ലോകത്തെ ബാധിച്ച സകലവിധ തിന്മകളെ കർത്താവ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ബഹിഷ്കരിക്കുന്നു. പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടട്ടെ. നിന്റെ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വർഷിക്കപ്പെടട്ടെ. നിന്റെ മക്കളിലേക്ക് ദൈവാത്മാവ് വർഷിക്കപ്പെടട്ടെ. നിന്റെ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടട്ടെ. സഭയുടെ മേൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടട്ടെ. എല്ലാ ഇരുളിന്റെ മേൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടട്ടെ. യേശു നാമത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ. അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. ലോകം അനുഗ്രഹിക്കപ്പെടട്ടെ.
കരങ്ങൾ കുപ്പിപ്പിടിച്ച് ഈശോയെ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.